നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ്സ് ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീ മാട്രസസ്. പിളർപ്പ് ഒഴിവാക്കാൻ പിന്മാറ്റം. കോട്ടയത്തെ CPM കൂട്ടുകെട്ടിൽ മറുതന്ത്രം മെനഞ്ഞ് മാണി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്നത് നിർഭാഗ്യകരമായ സംഭവമെന്ന് വിശദീകരണം. പ്രാദേശിക തലത്തിൽ നടന്ന ധാരണ അറിഞ്ഞിരുന്നില്ല. CPM കൂട്ടുകെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വിലയ്ക്ക് വാങ്ങിയ തീരുമാനം. പുലഭ്യം പറഞ്ഞാൽ പിന്തുണ കിട്ടില്ലെന്നും മാണി. PJ ജോസഫുമായി അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഏതെങ്കിലും ഒരു മുന്നണിയിലേക്കുള്ള ചവിട്ടുപടിയല്ല കോട്ടയത്തെ കൂട്ടുകെട്ട്. UDF-നൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ച പാർട്ടിയാണ് കേരള കോൺഗ്രസ്. തങ്ങളുടെ സഹായം വേണ്ടെങ്കിൽ തിരിച്ചും അത് ആഗ്രഹിക്കുന്നില്ലെന്നും വിശദീകരണം. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-മായി സഹകരിച്ചത് പാർട്ടിയിൽ ചർച്ച ചെയ്യാതെയെന്ന് PJ ജോസഫ്. പ്രാദേശിക തലത്തിൽ UDF-മായി സഹകരിക്കാനായിരുന്നു ചരൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനം. പാർട്ടി നടപടി നിർഭാഗ്യകരമെന്നും കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ. വിട്ടുപറയാതെ CPM. KM മാണിയുടെ LDF പ്രവേശനത്തിൽ നിലപാടറിയിച്ച് CPM കേന്ദ്ര നേതൃത്വം. സഖ്യം സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴില്ല. മാണിയെ UDF-ലേക്കോ NDA-ലേക്കോ തള്ളിവിടേണ്ട കാര്യമില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ CPM പിന്തുണ കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണെന്നും കേന്ദ്ര നേതൃത്വം. അതേസമയം കേരള കോൺഗ്രസ് നീക്കത്തിൽ വിമർശനങ്ങൾക്ക് മൂർച്ചകൂട്ടി കോൺഗ്രസ്. കോട്ടയത്തേത് ആസൂത്രിത നീക്കമെന്ന് MM ഹസൻ. മാണിയും ജോസ് കെ മാണിയും ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ്. സജ്ജമായി സൈന്യം. ഇന്ത്യൻ സൈനികരുടെ മൃതദേഹം വികൃതമാക്കിയ പാക് നടപടിക്ക് ശക്തമായ താക്കീതുമായി കരസേനാ മേധാവി. അതിർത്തിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകും. ഇതിന് രാജ്യം സജ്ജമെന്നും ബിപിൻ റാവത്ത്. അതേസമയം അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിന് സാധ്യതയുള്ളതിനാൽ സുരക്ഷ ശക്തമാക്കി സൈന്യം. ഷോപ്പിയാനിലെ 25 ഗ്രാമങ്ങളിൽ നിന്ന് നാട്ടുകാരെ ഒഴിപ്പിച്ചും സുരക്ഷാ സേനയുടെ പരിശോധന. മണി കുറ്റവിമുക്തൻ. വിവാദമായ 1, 2, 3 പ്രസംഗത്തിൽ മന്ത്രി MM മണി കുറ്റവിമുക്തൻ. മണി സമർപ്പിച്ച വിടുതൽ ഹർജി അംഗീകരിച്ച് തൊടുപുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതിനും പ്രകോപനം സൃഷ്ടിച്ചതിനുമെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും കോടതി. രാഷ്ട്രീയ എതിരാളികളെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തിയെന്ന് MM മണിയുടെ വിവാദ പ്രസംഗം നടന്നത് 2012 മെയ് 25-ന്. ഇതേ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം മണിയെ 1-ാം പ്രതിയാക്കി കേസെടുക്കുകയായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2710 രൂപ, പവൻ 21,680 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ്സ് ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീ മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.